ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങളിവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിലെ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ പരിചിതമാകും. എന്താണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ ഈ സ്ഥലത്ത് വെച്ച് ഉണ്ടായതെന്ന്. സമൂഹ മാധ്യമങ്ങളിൽ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഏകദേശം കോടിക്കണക്കിന് ആളുകൾ കണ്ട ഒരു വീഡിയോ. ആ വീഡിയോയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വീടിന് മുന്നിൽ ഒരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാർ പാർക്ക് ചെയ്ത സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ കാർ പാർക്ക് ചെയ്ത ഈ സ്ഥലത്ത് ഈ കാറിനുള്ളിൽ 2 പേരുണ്ടായിരുന്നു. ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ഈ കാറിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്നൊക്കെ തന്നെ ചോദ്യം ചെയ്യുകയും ആ കുട്ടിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയറിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ആ കുട്ടി ഇപ്പോഴും ഈ വീടിനുള്ളിലുണ്ട്. ഈ കുട്ടി നമ്മളോട് പ്രതികരിക്കുന്നു. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ഈ കുട്ടി ഇപ്പോഴും സമൂഹത്തിന് മുമ്പിൽ മറ്റൊരു കുറ്റവാളിയായി കാണുമ്പോഴും അവൾ ഇപ്പോഴും ബോൾഡായിട്ട് പിടിച്ചു നിൽക്കുന്നത് ഈ വീട്ടുകാരുടെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് അവളുടെ അമ്മയാണ്. നമുക്ക് ചോദിക്കാം എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന്. കുറച്ച് ദിവസങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉത്തരയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സൈബർ ആക്രമണം നേരിട്ടിട്ടുണ്ട്. ആ ദിവസം എന്തായിരുന്നു സംഭവിച്ചത്? ആ സംഭവ ദിവസം അവള് ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ വീട്ടിലിറങ്ങി വരുന്ന വഴിക്ക് ഒരു വണ്ടി കിടന്നു. അതായത് ഈ വഴിക്ക് അവിടെ ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ ആയിരുന്നു. അതായത് ഒരു വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്ന് വണ്ടി ഞങ്ങളുടെ വഴി തന്നെ ആയത്. താഴോട്ട് പോകുന്ന വഴി ഞങ്ങളുടെ വഴിയായത്. പബ്ലിക് റോഡല്ല. ഇത് ഇത്രയും ഭാഗം ഞങ്ങളുടെയാണ്. കണ്ടോ, ടാറിട്ടേക്ക് ഞങ്ങൾ തന്നെ ഇത് ശരിയാക്കി ഞങ്ങൾ തന്നെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ടേക്കണം. ഞങ്ങളുടെ ഇറങ്ങി വരുന്ന വഴിയാണ്. അവിടെ ഒരു വണ്ടി കിടന്നു. അവള് ശ്രദ്ധിച്ചപ്പോൾ ആ വണ്ടിയിൽ ഒരു ചെറുക്കൻ ഇരിക്കുന്നു. അങ്ങനെ അവൾ വന്ന് എന്നോട് വീഡിയോ പറഞ്ഞ, അമ്മ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? അന്നേരം പറഞ്ഞു, ഒരു പെണ്ണും ചെറുക്കനും കൂടെ നമ്മുടെ ഇറങ്ങി വരുന്ന വഴി കാറിനകത്ത് കിടക്കുന്നത്, എനിക്ക് ഒന്നേരി കാണിക്കുന്നേ. അങ്ങനെ പറഞ്ഞ് ഞാൻ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, ഒരു പെണ്ണും ചെറുക്കനും ഉണ്ട്. പെണ്ണിനെ അവൻ ഷീറ്റിന്റെ അടിയിൽ ഇങ്ങനെ താത്ത് വെച്ചേക്കുമായിരുന്നു. ആദ്യം നോക്കിയപ്പോൾ പെണ്ണില്ലായിരുന്നു, ഇവനെ ഉള്ളായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ പെണ്ണിങ്ങനെ മൂന്നിരിക്കുന്നു. അങ്ങനെ അവൾ വന്ന് ചോദ്യം ചെയ്തു. ഉടനെ അവിടെ അച്ഛനെ വിളിച്ചു. അവിടെ അച്ഛന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലിയാണ്. അവിടെ വല്യച്ഛനെ വിളിച്ചു. വല്യച്ഛന് ജോലിയുള്ള ആളാണ്, കിലയിലാണ് ജോലി. അങ്ങനെ അവളെ വിളിച്ചപ്പോൾ അവൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അപ്പോൾ അവൾ ഒറ്റ ധൈര്യത്തിൽ തന്നെ കയറി വന്ന് ചോദിച്ചു, കാറിൻ്റെ ഡോറെ തട്ടി ചോദിച്ചു, ഹലോ നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ വന്നു, ഞങ്ങൾ എന്തോ ചെയ്തു. പിന്നെ ഞാൻ വന്നപ്പോൾ കണ്ടുകൊണ്ട് വന്ന രംഗം എന്തുമായിരുന്നു കണ്ടത്, എന്തോന്ന് പറയാം. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പറയാനത് ഒക്കത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണത് പറയാൻ. അപ്പോഴത്തെ 2 പേരും കൂടെ അട്ടഹാസമായിട്ടൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ബഹളമായിരുന്നു. ഞാനും ഇപ്പോൾ കയറി വന്നപ്പോൾ ഇവളെ കണ്ടു കഴിഞ്ഞാലേ നമുക്കറിയാം. അവരുടനെ അവൻ പറഞ്ഞു, അവന്റെ പെണ്ണുപിള്ളിക്ക് BP കുറഞ്ഞ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വന്ന് കിടന്നതാണെന്നാണ്. ഇവിടെയാണോ റെസ്റ്റ് ചെയ്യാൻ വരുന്നത്? ഇവിടാണോ റെസ്റ്റ് ചെയ്യാൻ വരുന്നത്? ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ടാണ്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നത്. അതായത് കൊട്ടാരക്കര കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ ഇത്രയും വിജനമായത് ഈ കില, അല്ലെങ്കിൽ ഇവിടെ കുറച്ച് സ്ഥാപനങ്ങളുണ്ടല്ലേ, അതായത് ETC, കില, എഞ്ചിനീയറിംഗ് കോളേജ്, നവോദയ, അങ്ങനെയൊക്കെ പോകുന്ന റോഡുകളാണിത്. ഇത് കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ KP കനാലുകളൊക്കെ പോകുന്ന വളരെ വിജനമായിട്ടുള്ള കുറച്ച് ഉൾഭാഗത്തേക്കുള്ള സ്ഥലമാണ്. ഇത്രയും ദൂരത്തേക്ക് വന്നിട്ട് ഇവര് റെസ്റ്റ് ചെയ്യേണ്ട കാര്യം? അന്നേരം അവര് പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, അവന് തലവേദന കൊണ്ട് വൈഫിന്റെ തോളയിൽ ഇങ്ങനെ ചാഞ്ഞു കിടന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു കുട്ടി ഉണ്ടായിരുന്നു. അത് ഈ കുട്ടിയൊന്നും ഇല്ലായിരുന്നു. ഇവൻ ഷീറ്റിന്റെ അടിയിൽ ഇവളെ കാത്തു വെച്ചേക്കുമായിരുന്നു. ശരിക്കും അയാളുടെ ഭാര്യ തന്നെയായിരുന്നു. അയാളുടെ ഭാര്യ എന്നാലും ലാസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് അവന്റെ ഭാര്യ. അത് ഞങ്ങൾ അറിഞ്ഞില്ല. അന്നേരം ഭാര്യയെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഇത്രയും വരുത്തില്ല. എന്നിട്ട് അവള് പറഞ്ഞു, ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നു, അത് എന്റെ ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നു പറഞ്ഞു. ഇവ ഭയങ്കരമായിട്ട് ബഹളം അങ്ങ് തുടങ്ങി. വീഡിയോ അന്നേരം അങ്ങ് പറഞ്ഞതങ്ങ് തീർത്ത് സോൾവ് ആയാൽ മതിയായിരുന്നു. അപ്പൊ അവന് ഭയങ്കര റീച്ച് കിട്ടാൻ വേണ്ടി അവൻ നല്ലൊരു ഇതായിട്ട് ഇത് ബ്ലോഗറോ സോഷ്യൽ മീഡിയയിലോ ആക്റ്റീവാണോ? ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഡാൻസർ ആണ് അയാൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഡാൻസർ ആണ്. കാര്യം ഇനി വേറൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത്. കാര്യം ഒരാളില്ലാത്തടത്ത് ഒരാൾ വരെ പെണ്ണായാലും ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് അവരെ വേണ്ടാത്ത രീതിയിൽ ആക്ഷേപിച്ച് ഒരു കുട്ടിയെ മാനസികമായിട്ട്. ഒരു പക്ഷെ ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ വീട്ടുകാരുടെ എത്രയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. കാരണം അത്രത്തോളം മാനസിക സംഘർഷത്തിൽ 1ഉം 2ഉമല്ല കോടിക്കണക്കിന് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുകയായിരുന്നു. മലയാളികളായിട്ടുള്ള വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ ചേർന്ന് കൊച്ചിട്ട്
കൊച്ചു നല്ല ബോൾഡാണ്. ബോൾഡാക്കി Bold അത്രയും നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് കൊടുത്താണ് അവൾ എന്ന് പറഞ്ഞാൽ നമ്മ കേൾക്കാൻ കൊള്ളാത്ത കാണാൻ കൊള്ളാത്ത എല്ലാരും പറയുന്നത് അത് കാണെടുത്ത് നെഗറ്റീവ് അല്ലേ മൊത്തം കമന്റ്സ് വന്ന് നെഗറ്റീവ് ആണ്. ഓക്കെ ഓക്കെ. അത്രയും മോശമായ രീതിയിൽ ഒരു പെൺകുട്ടിക്ക് നേരെ വലിയ സൈബർ ആക്രമണം ഉണ്ടായി. ആ സൈബർ ആക്രമണം ഉണ്ടായപ്പോഴും ഇപ്പോഴും ബോൾഡായിട്ട് തന്നെ ഉത്തര എന്ന പെൺകുട്ടി പിടിച്ചു നിൽക്കുകയാണ്. കാരണം അവളുടെ സ്വന്തം ഒരു പൊതുവഴിയാണെങ്കിൽ ഓക്കെ, പക്ഷെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയിൽ ഒരു കാറ് കൊണ്ടുവന്നിടുക. ഈ കാറ് കൊണ്ടുവന്നിട്ടിരിക്കുന്നതിന്റെ ഈ താഴേക്കുള്ള വീട്ടിലാണ് ഉത്തര താമസിക്കുന്നത്. ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇത്തരത്തിൽ കാണാൻ പാടില്ലാത്ത രീതിയിൽ ആ കുട്ടി കണ്ട കാര്യങ്ങൾ ആ കുട്ടിക്ക് പച്ചയായി തുറന്നു പറയാൻ പറ്റത്തില്ല. എങ്കിലും ആ കുട്ടി അത് വെളിപ്പെടുത്തി അത് സ്വന്തം വീട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ അറിയിച്ചു. അതിനെ തുടർന്ന് ഈ കുട്ടിയുടെ വീഡിയോ വെച്ചിട്ട് ഈ കുട്ടിയെ പരമാവധി എങ്ങനെയൊക്കെ മാനസികമായി സംഘർഷത്തിലാക്കാം ആ രീതിയിലൊക്കെ ആക്കി. പക്ഷെ ഇപ്പോഴും ഉത്തര ഇവിടെ തന്നെ ഉണ്ട്. കാരണം റൈറ്റ്സ് അല്ലേ, അതെ, ഉത്തരയുടെ റൈറ്റ്സ് ആണ്. അവൾ ഇവിടെ അവള് അതിലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ കിടക്കുന്ന ഉത്തര കണ്ടത്. അപ്പൊ അതിൽ ഉത്തര കണ്ടു കാണുമല്ലോ. അപ്പൊ ഉത്തരയുടെ റൈറ്റ്സ് ആണ്. എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നേ, എന്തുവാ ചോദിച്ചേ, അതെന്ത് തെറ്റുണ്ട് അതില്? അതാണ് ഉത്തര ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അത് ചോദിക്കാൻ പാടില്ലേ? അത്ര പോലെ റൈറ്റ്സ് ഇല്ലേ നമുക്ക്? ബിനു പറയുന്നത് കണ്ട കാര്യം എന്താണെന്ന് പറയാനാണ് പറയുന്നത്. പക്ഷെ അവൾ അത് പറഞ്ഞു കഴിയുമ്പോൾ അവൻ അതെല്ലാം പിന്നെ വീഡിയോ ചെയ്ത് അവളെ കൂടുതലായിട്ട് ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. അവൾ ഇപ്പോഴും പറയുന്നത് കണ്ട കാര്യം അമ്മ സത്യം കണ്ണിന് കണ്ട കാഴ്ചയാണ്, കാണാൻ കൊള്ളാത്ത കാര്യമാണ് അവൾക്ക് അതിൽ കണ്ടതാണെന്ന് അവള് പറയുന്നത്. പക്ഷെ കാണാത്ത ഒരു കാര്യം കള്ളം പറയത്തില്ലല്ലോ. അവള് നോക്കത്തില്ലായിരുന്നു. ഇറങ്ങി വരുന്ന വഴിക്ക് ഇവിടെ അങ്ങോട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ റോഡിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് കുട്ടിയില്ലായിരുന്നു. അവര് മാറ്റിയാണ് ഓരോ സമയത്ത് ഓരോ രീതികളാണ്. ഇവിടെ ഭയങ്കര അഴിമതി നടക്കുന്നുണ്ട്. ഈ കനാലൊക്കെ ഭയങ്കര അഴിമതിയാ. എപ്പോഴും വണ്ടി വരികയും പിന്നെ രാത്രി 12 മണിക്കൊക്കെ ഭയങ്കര വെള്ളമടിയും കൂവക്കവും വെള്ളമൊക്കെ ആയിക്കനാല് ബിയർ ബെറ്റിലൊക്കെ ഇട്ട് എരിയൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ പോലീസ് പെട്രോളിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരാഴ്ച കൊണ്ട് കാണുന്നില്ല. ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുന്ന ഒരു വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇത്തരത്തിൽ കാറ് കൊണ്ടുവന്നിട്ടിട്ട് ആ കാറിനുള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവകാശമാണ് അത് ചോദ്യം ചെയ്യുക എന്നുള്ളത്. അത് മാത്രമേ ഉത്തര ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനടക്കമുള്ള എല്ലാ സമൂഹ മാധ്യമങ്ങളിലെ എല്ലാ പ്രതിനിധികളും ഉത്തരയ്ക്ക് കട്ട സപ്പോർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ വിമൽ ബിനുവിന് BP ആണെന്ന് പറയുന്നു. ലോ ഇപ്പം പറയുന്ന ലോ BP ആയിരുന്നു. ഒരു പോസ്റ്റ് ഇട്ടേക്കുന്ന കണ്ട് ലോ BP അതുകൊണ്ട് ട്രീറ്റ്മെന്റിന് പറഞ്ഞ ലോ BP കാരൻ എന്താണ് ചെയ്യേണ്ടത്? കാറിന്റെ സീറ്റ് നൂത്തിട്ട് അവിടെ കിടക്കുമല്ലേ വേണ്ടേ? അത് ലോ BP ആണെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ അയാളുടെ ആക്ഷൻ കണ്ടിട്ട്? വീഡിയോ എടുത്താൽ ലോ BPയില് വീഡിയോ എടുക്കും. അതാ ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ടാലും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്? അപ്പൊ നമ്മളാരും മൈൻഡ് ചെയ്യുന്നില്ല. നെഗറ്റീവ് കമന്റ്സ് കൊച്ചു ബോൾഡായി അതേ ഉള്ളു നമുക്ക്. കൊച്ചു നെഗറ്റീവ് ആയിക്കോട്ടെ. എപ്പ ഉത്തര അപ്പോളജൈസ് ചെയ്യണോന്നാ വിമലിന്റെ ഇത് ചെയ്യുന്ന വീഡിയോ വേണം, അല്ലെങ്കിൽ റിട്ടേൺ ആയിരിക്കണം. എന്തിനാ ഉത്തര അപ്പോളജൈസ് ചെയ്യുന്ന? എന്തിനാ ഇത്രയും വൈറലായി 7.7 മില്യൺ ആൾക്കാർ ഇത് 8 മില്യൺ ഇത്രയും സ്പ്രെഡ് ആയി കഴിയുമ്പോ ഇതിനെ ഉത്തര അപ്പോളജൈസ് ചെയ്യുന്നേ? അതിന്റെ കാര്യം എന്തോ? നീ സ്പ്രെഡ് ആയിക്കോട്ടെ. അവള് ബോൾഡ് ആയല്ലോ, അത് മതി. എന്താ കണ്ടെന്ന് പറ. ശരി, കണ്ടില്ല. ശരി, ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഉത്തരയാണ്. ഉത്തര ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ അല്ലേ ശരിക്കും ഉത്തര ഈ വീടിന്റെ പൊതുവഴിയിലായിരുന്നു അതോ വീടിനോട് ചേർന്ന് ഇവിടെ ഈ ഭാഗത്തായിരുന്നു ഈ കാർ ഒന്ന് പാർക്ക് ചെയ്തിരുന്നത്? വീടിന്റെ വഴിയിലായിരുന്നു. ഞങ്ങള് കഷ്ടപ്പെട്ട് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയ വഴിയായിരുന്നു. ഈ വഴിയിലാണ് വണ്ടി ഇട്ടിരുന്നത്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ വന്ന് ചോദിച്ചത്. ഇങ്ങനെ ചോദ്യം ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾ ഈ റോഡൊക്കെ കാണുമ്പോൾ തന്നെ വളരെ മിസ്റ്റീരിയസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഇങ്ങനൊരു വണ്ടി ഇവിടെ ഇതിന് മുന്നേ വരുന്നതോ ഒരുപാട് നേരെ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് കണ്ടുകൊണ്ടിട്ടാണ് എന്റെ ശ്രദ്ധയിൽ പെട്ടത്. അതുമല്ല ഈ ഒരു ഏരിയയിൽ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും ഇങ്ങനെ നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഭയം കൊണ്ടിട്ടാണ്. അത് ഈ നാട്ടുകാർക്കും അറിയാം. അങ്ങനെ ആ ഒരു ഭയം എപ്പോഴും
എപ്പോഴും ഉള്ളിലുള്ളത് കൊണ്ടിട്ടാണ്. എൻ്റെ വീട്ടിൽ വയ്യാത്തവരുണ്ട്, എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെയുള്ളവരൊക്കെ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധരുടെ ഇത് രൂക്ഷമാണോ ഇവിടെ ശല്യം? ഉണ്ട്, നല്ല രീതിക്കുണ്ട്. പല സമയങ്ങളിലും നമ്മളത് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ പെട്രോളിങ്ങും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. ഈ അടുത്തിടെ കുറച്ച് നാളായിട്ട് കുഴപ്പമൊന്നുമില്ലാതിരുന്നതായിരുന്നു. പിന്നെ ഈ 2-3 മാസത്തിന് മുന്നേ ഇതുപോലെ ഇവിടെ താഴത്തെ ഒരു കൊച്ച് ഇതുപോലെ എക്സാം കഴിഞ്ഞിട്ട് പോയ വഴിക്ക് ഒരാള് ആ കൊച്ചു വീട്ടിൽ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് അറിഞ്ഞിട്ട് ചെന്ന് പെക്കൊച്ചിനോട് മോശമായിട്ടുള്ള രീതിക്ക് ചെന്നപ്പോഴത്തേന് കൊച്ച് നിലവിളിക്കും ബഹളം വെക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇവിടുത്തെ ചേട്ടന്മാരും ഒക്കെ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ പോയി ഇരുന്നതൊക്കെ പോലീസുകാർ വന്നപ്പോഴാ കൊച്ചൊന്ന് ഓക്കെ ആയതൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പാലത്തിന്റെ മണ്ടയില് കുറെ ആൾക്കാർ ഇതുപോലെ വന്ന് ബഹളങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കിയ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ ഒരു അങ്കിൾ ഇതുപോലെ ചോദിക്കാൻ ചെന്നപ്പോ ആ അങ്കിളിന്റെ വീട്ടിൽ രാത്രി ചെന്ന് ബഹളം ഉണ്ടാക്കി അടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനൊക്കെ കേസാക്കിയ കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയമുണ്ട്. അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. എന്റെ വീടിന്റെ വഴിയിൽ ഞാൻ ഇങ്ങനെ ഒരു വണ്ടി കണ്ടുകൊണ്ട് ഞാൻ എന്റെ ശ്രദ്ധ അത് കുറെ നേരം ആ വണ്ടി ഇവിടെ തന്നെ കിടക്കുമായിരുന്നു. ഇതുപോലെ അതിനകത്ത് കണ്ട കാര്യം ഞാൻ ചെന്ന് ചോദിച്ചു, എന്തിനാ ഈ വഴിയിൽ എന്തിനാ ഇത് കിടക്കുന്നത്, വഴിയിൽ നിന്ന് മാറ്റിയിട് വണ്ടി എന്ന് പറഞ്ഞ് ആദ്യമേ ഞാൻ ചെന്ന് പറയുന്ന കാര്യം ആള് വീഡിയോ എടുക്കുന്നില്ല. ഞാൻ ഈ ചെന്ന് എന്തിനാ വഴിയിൽ വണ്ടി ഇട്ടിരിക്കുന്നത്, വണ്ടി എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞതിന് ശേഷമാണ് ആള് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പൊ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ആള് ആ സമയത്ത് എന്നോട് പറയുന്നില്ല വൈഫാണെന്നോ ഹസ്ബൻഡ് ആണെന്നോ ഉള്ള കാര്യം പറയുന്നില്ല. ആള് വണ്ടിക്കകത്തുനിന്ന് പുറത്തിറങ്ങി വണ്ടിയുടെ ബാക്ക് വശം മാറി എന്നാണ് വീഡിയോ എടുക്കുന്നത്. ആ സമയത്ത് വീഡിയോയ്ക്കകത്താണ് ഞാനിത് കാണുന്നത്. ഹസ്ബൻഡും വൈഫും ആണെന്ന് പറയുന്ന കാര്യം വീഡിയോയ്ക്കകത്താണ് കാണുന്നത്. വണ്ടിയുടെ ബാക്ക് വശം മാറി എന്നാണ് ആള് സംസാരിക്കുന്നത്. ആ സമയത്ത് ലോങ് മാറി എന്നാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ഇവിടെ സംസാരം നടന്നുകൊണ്ടിരുന്നോണ്ട് ഇവര് പറയുന്ന കാര്യം എന്തുവെന്ന് എന്റെ ശ്രദ്ധയിൽ പെട്ടില്ല. ആ വീഡിയോയ്ക്കകത്താണ് ഇതുപോലെ ഞാനും എന്റെ വൈഫും BP ലോ ആയിട്ട് ഇങ്ങനെ തോളത്ത് ചാരി കിടന്ന കാര്യമൊക്കെ ഞാൻ ആ വീഡിയോയ്ക്കകത്താണ് കാണുന്നത്. എന്നോട് പറഞ്ഞില്ല, എന്നോട് പേഴ്സണലി പറഞ്ഞില്ല. ഞങ്ങൾ ഹസ്ബൻഡും വൈഫും ആണെന്നുള്ളത്. ഒരുപക്ഷെ അന്ന് ആ സമയത്ത് സ്പോട്ടിൽ നിങ്ങളോടത് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ പറഞ്ഞ് സോൾവ് ആയേനെ. അതൊരു പ്രശ്നത്തിലേക്കോ അങ്ങനെ ഒന്നും പോകാൻ വേണ്ടി സമ്മതിച്ച് കൊടുക്കത്തില്ലായിരുന്നു. അത് ഓക്കെ, അല്ലെങ്കിൽ എന്നാ വണ്ടി മാറ്റിയിട് എന്ന് പറഞ്ഞു മാന്യമായിട്ടുള്ള രീതിക്ക് അത് ഹാൻഡിൽ ചെയ്തേനെ. അത് ഇത്രയും വലിയൊരു ഇതാക്കി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിപ്പിച്ച് ഇപ്പം എന്തോ പറയണ്ടേ. ഇപ്പം കമന്റ്സ് ഇടുന്നവരെല്ലാം അവരവരുടെ വീടിന്റെ മുൻവശത്താണേലും ഇങ്ങനെ നടന്നാൽ ചെന്ന് പ്രതികരിക്കത്തില്ലേ? അതേ ഞാനും ചെയ്തോളൂ. ഞാൻ ചെയ്ത തെറ്റെന്തുവാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്റെ വീടിന്റെ സിറ്റുവേഷനും എന്റെ വീട്ടിലെ ഉള്ളവരുടെ സിറ്റുവേഷനും എന്റെ തൊട്ടടുത്തുള്ളതും എന്റെ റിലേറ്റീവിന്റെ വീട്, എന്റെ സ്വന്തം വല്യച്ഛന്റെ വീടാ. അങ്ങനെ വീട്ടിലൊക്കെ വയ്യാത്തവരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട്. ഞാനൊക്കെ എന്ന് പറഞ്ഞാല് ഞാനൊരു ഇൻഫ്ലുവൻസറോ യൂട്യൂബറോ ഒന്നുമല്ല, സാധാരണ ഒരു പെൺകൊച്ച. കഷ്ടപ്പെട്ട് ജീവിച്ച് ഞാനും എന്റെ കുടുംബം നോക്കുന്ന ഇതിലുള്ള ഒരാളാ. ഞാൻ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ വൈറൽ ആവാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്ത് ഞാൻ ഒരു കാര്യം കണ്ടത് ചോദിച്ചതേ ഉള്ളൂ. എന്തിന് വഴിയിൽ വണ്ടി ഇട്ടു എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. പിന്നെ ഞാൻ അവരുടെ പ്രൈവസി കയറി വീഡിയോ എടുത്തിരുന്നായിരുന്നെങ്കിൽ അത് എൻ്റെ ഒരു ബഹുമാനം, ഞാൻ അവർക്ക് കൊടുത്തൊരു ബഹുമാനം. ഞാൻ ചെന്ന് ചോദിക്കുകയാണ് ചെയ്തത്, എന്തിനാണ് വണ്ടി ഈ വഴിയിൽ ഇങ്ങനെ ഇട്ടിരുന്നത് എന്നുള്ളത്. ഞാൻ ചെന്ന് പിടിച്ചു കയറി ചെന്ന് വീഡിയോ എടുത്ത് ഇങ്ങനെ ആളെ കൂട്ടി മൊത്തം സോഷ്യൽ മീഡിയയിൽ കാണിച്ചായിരുന്നു. ഞാനും ആളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ള ഞാൻ ആ ഒരു മാന്യത കാണിച്ചു. ഞാൻ അവരോട് മാത്രമേ ചെന്ന് ചോദിച്ചുള്ളൂ. ഞാൻ ആളെ കൂട്ടി സംസാരിപ്പിച്ച് മൊത്തം ഒരു വിഷയം ഉണ്ടാക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ വിളിച്ചത് എൻ്റെ അച്ഛനെയും എൻ്റെ വലിച്ചനെയും മാത്രം. ഇങ്ങനൊരു സംഭവം ഉണ്ട്, ആരെങ്കിലും ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും സ്ഥലത്തില്ലാത്തത് കൊണ്ടിട്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടിട്ട്, പ്രത്യേകിച്ച് ഇതൊരു പ്രശ്നബാധിത മേഖല ആയതുകൊണ്ടും തന്നെയാണ്. കാരണം അങ്ങനെ രൂക്ഷമായ പ്രശ്നം എന്ന് പറയല്ല, നിരവധി കേസുകൾ പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലമായിരുന്നു അല്ലേ? ഇത് ഉത്തരയുടെ ബന്ധുവാണ് അല്ലേ? ഞാൻ തൊട്ടടുത്താണ് എൻ്റെ വീട്. ഞങ്ങൾ നിരന്തരമായിട്ട് ഇത് പോലീസിലും ഒരുപാട് തവണ ഞങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ രാത്രി സമയങ്ങളിൽ വണ്ടി കൊണ്ട് നിർത്തി ബിയർ ബോട്ടിൽ താഴ്ത്തി എറിഞ്ഞ് പല വീട്ടിലും പോയി വീണിട്ടുണ്ട്. അങ്ങനെ അപ്പം പോലീസുകാർ ഞങ്ങളെ നമ്പർ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. പെട്രോളിംഗ് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ഈ ഏരിയ വരെ ഉള്ളൂ. ഇത് കൊട്ടാരക്കര ഓയ് റോഡിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ അകത്തോട്ടാണ്. 1 കിലോമീറ്ററിനകത്ത് തൊട്ടാണ് ഈ റോഡ് വരുന്നത്. അതായത് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓടനാവട്ടം പോകേണ്ട ആൾ പോകേണ്ട റോഡല്ലത്. അവിടെ നിന്നും വിട്ടിട്ട് ഏകദേശം 1 കിലോമീറ്റർ അകത്തേക്കാണ് ഈ റോഡുള്ളത്. അത് ഏകദേശം ഈ ഭാഗം അക്കുഡേറ്റ് വരെ ഉള്ളൂ വീടുകൾ ഇത്രയും ഉള്ളത്. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് ഏകദേശം വിജയനായിട്ടുള്ള ഏരിയ. അപ്പോൾ ഈ ഏരിയയിൽ ഈ നട്ടുച്ച സമയത്തും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ വണ്ടി കൊണ്ടുവന്ന് സൈഡിലിട്ടിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, നാട്ടുകാർ കാണാറുണ്ട്. ഇതിൽ അമ്മമാർ പ്രതികരിച്ചിട്ടുണ്ട്, എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരെ നിയമപരമായിട്ട് പോലീസ് അറിയാം. കാരണം ഇതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സദാചാരമായി.
അതുകൊണ്ട് നമ്മൾ നേരെ നിയമപരമായിട്ട് പോലീസുകാരെ വിളിച്ചു പറയാം. അവർ പെട്രോളിങ്ങിന് വരുന്നതിന് മുന്നേ ഞങ്ങൾ വിളിക്കുന്ന തന്നെ ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോകും. അപ്പം ഉത്തരയും സംബന്ധിച്ചോളം അത് അവളും ചെയ്തോളൂ. അവളുടെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഒരു വണ്ടി അവൾ കണ്ടു. അവള് അതില് വണ്ടി എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. ഇദ്ദേഹം അതിനുശേഷം ഒരു പ്ലാൻഡ് ആയിട്ട് ഈ കൊച്ചിനെ ഏത് രീതിയിൽ പ്രൊവോക്ക് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ ഇതിനകത്ത് ഇത് കമന്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഹോസ്പിറ്റലിൽ പോയി BP ലോയ ആള് വണ്ടി നിർത്തി ഭാര്യയുടെ തോളിൽ ചാരി കിടന്നപ്പോഴാണ് സദാചാരക്കാർ വന്ന് ചോദിച്ചു എന്നാണ്. ഇത് ആ റോഡല്ല. എത്ര പ്രാവശ്യം മുന്നേ ആൾക്കാർക്ക് മനസ്സിലാവുന്നതെന്ന് അറിയത്തില്ല. ഇത് കൊട്ടാരക്കര ഒയൂർ റോഡല്ലത്. ഇത് കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ നിന്ന് ഏകദേശം ഒരു 4-5-6 കിലോമീറ്റർ മാറിയിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്. എനിക്കൊന്ന് ഓടനായിട്ട് ആ ഭാഗത്ത് എവിടെയാണ്. അപ്പൊ ആ റോഡ് ഏരിയ അല്ല ഇത്. ഇവിടേക്ക് വന്ന് തൊട്ട് മുന്നായിട്ട് ഒരു ചെറിയൊരു ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് അവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടായിരുന്നു, ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ. ഇവിടെ അടുത്തൊരു ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ട് വെച്ചിട്ടാണ്. അപ്പൊ ആ ചേച്ചി ഓണ സമയമായിട്ട് ഇവിടെ അടി കൂടാതെ തമാശയായിട്ട് പറഞ്ഞു. അപ്പൊ അവിടെയും പറഞ്ഞു എന്റെ വൈഫാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി നേരെ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അതേ സമയത്ത് തന്നെ ഉത്തരയും ഇവിടെ വരുന്നത്. അപ്പം കുറെ നേരമായിട്ട് ഒരു കാർ ഇങ്ങനെ കിടക്കുന്നവരുടെ വീടിന്റെ ഫ്രണ്ടിൽ അവരുടെ വീടിന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവരുടെ വഴി, ഇത് അവരുടെ വല്യച്ഛന്റെ വീട്ടിലേക്ക് പോകുന്ന അവർ കോൺക്രീറ്റ് ചെയ്ത വഴി. ഈ വഴിയിലാണ് വണ്ടി ഇടുന്നത്. പുള്ളി ഇദ്ദേഹം വണ്ടി എടുത്ത് ശകലം ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് ഇറങ്ങി അവിടെ പോയി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. അപ്പം പുള്ളി ഇത് വീഡിയോ ഇട്ടു, അത് വൈറലായി. ഇപ്പോൾ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ തന്നെ പുള്ളി ഇവിടെ വീണ്ടും വന്നായിരുന്നു. അപ്പം മാക്സിമം ഈ കുട്ടിയെ എങ്ങനെ പ്രൊവോക്ക് ചെയ്യാമോ ആ രീതിയിലെല്ലാം പുള്ളി ഈ വിഷയം അണയ്ക്കാൻ നോക്കുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ട് ലൈവൊക്കെ ഇട്ട് ഇതിങ്ങനെ കത്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പം വൈറലാവും ഒരു കുട്ടിയുടെ ജീവിതം വെച്ചിട്ട് വേണോ ഈ റീച്ച് കിട്ടാനെന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ ഈ കമന്റ് ചെയ്യുന്നവരെല്ലാം നമ്മുടെ വീട്ടിലും പെൺകുട്ടികളും ഒക്കെ കാണും. പെൺകുട്ടികൾ സംസാരിക്കേണ്ട കാലഘട്ടമാണ്, പ്രതികരിക്കേണ്ട കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പ്രതികരിച്ച ഒരു പെൺകുട്ടിയെ അതിന്റെ സിറ്റുവേഷൻ, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇൻസിഡന്റ് എന്ന് അറിയാൻ വയ്യാതെ ആ കുട്ടിയെ ഇങ്ങനെ സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ കമന്റ് ചെയ്യുന്നവർ സ്വന്തമായിട്ട് ചിന്തിക്കണം. നമ്മുടെ വീട്ടിലും ഫാമിലി ഉണ്ട്, അവരും ഈ കാലഘട്ടത്തിലൂടെ പോകേണ്ടതാണ് എന്ന് ചിന്തിക്കണം.